എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെക്കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച നടപടിയിൽ പിന്തുണയുമായി കോൺഗ്രസ് നേതാവ്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂറാണ് ഈ വിഷയം അനാവശ്യ വിവാദമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. എന്ത് മനോഹരമായിട്ടാണ് കുട്ടികൾ ഈ ഗാനം പാടിയത്. അതൊരിക്കലും ഒരു വിവാദ ഗാനമല്ല. വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ക്യാമ്പുകളിൽ ഈ ഗാനം പാടിയിരുന്നു. അന്നും ഇത് തുടർന്നു വരുന്നുണ്ട്. പിന്നെന്തിനാണ് ഈ ഗാനം RSSന് തീരെഴുതുന്നത്? അവർ പാടുന്ന ഗാനങ്ങളെല്ലാം അവരുടേതാണ് എന്ന ചിന്താഗതി എല്ലാ പേരും മാറ്റിയേ തീരൂ. ഗാനം ആലപിച്ച കൂട്ടുകാർക്ക് ആശംസകൾ നേരുന്നു അദ്ദേഹം കുറിച്ചു. കോൺഗ്രസ് നേതാക്കൾ എതിർപ്പുമായി രംഗത്ത് വരുമ്പോഴാണ് നുസൂർ പിന്തുണച്ച് രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം വന്ദേഭാരതിൽ ഗണഗീതം ആലപിച്ച സംഭവത്തിൽ വിശദമായി അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സംഭവം അതീവ ഗൗരവകരമാണെന്നും കുട്ടികളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും പ്രതിഷേധാർഹവുമാണെന്നും മന്ത്രി പറഞ്ഞു. എളമക്കര സരസ്വതി വിദ്യാലയം കേന്ദ്ര സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു റോളും അവിടെയില്ല. ഈ സാഹചര്യത്തിൽ എന്ത് നടപടി എടുക്കുമെന്നത് നിർണായകമാണ്. ആദ്യം പാട്ട് ഒഴിവാക്കിയ റെയിൽവേ സ്കൂൾ അധികൃതരോട് വിശദാംശങ്ങൾ തേടിയാണ് വീണ്ടും ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയിൽ പാടുന്ന ദേശഭക്തി ഗാനം ആണെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചതോടുകൂടിയാണ് വീണ്ടും പോസ്റ്റ് ചെയ്തതെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു. എക്സിൽ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് റെയിൽവേയോട് എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ പ്രിൻസിപ്പൽ നന്ദി അറിയിച്ചു. വന്ദേഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് റെയിൽവേ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നന്ദി. പാട്ടിലെ പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിരുന്നു മുകുളങ്ങൾ എന്ന അവസാന വരി രാജ്യത്തിന്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിന്റെ കരുത്തും ലയവും വിളിച്ചറിയിക്കുന്നതാണ്. ഇതാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. വന്ദേഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയിൽ സ്കൂൾ കുട്ടികൾ RSS ഗണഗീതം പാടിയത് വിവാദമായിരുന്നു. ദേശഭക്തി ഗാനമെന്ന നിലയിൽ ഇതിന്റെ വീഡിയോ ദക്ഷിണ റെയിൽവേ എക്സിലും പങ്കുവച്ചിരുന്നു. ഇത് പിന്നീട് വലിയ വാർത്തയായി. വ്യാപക പ്രതിഷേധമുയർന്നതോടെ വീഡിയോ സാമൂഹിക മാധ്യമത്തിൽ നിന്ന് റെയിൽവേ ഒഴിവാക്കി. സംഭവത്തിൽ പല കോണുകളിൽ നിന്ന് പ്രതിഷേധമുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതിനുശേഷമാണ് വീണ്ടും ഗണഗീതം റെയിൽവേ വിശദീകരണത്തോടെ പങ്കുവയ്ക്കുന്നത്. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് സർവീസിന്റെ ഉദ്ഘാടനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ചത് സംഘ് പരിവാറിന്റെ വർഗീയ അജണ്ടയുടെ ഭാഗമാണെന്ന് CPM ലോക്സഭാ കക്ഷി നേതാവ് K രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ദക്ഷിണ റെയിൽവേ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിലൂടെ ഇത് പ്രചരിപ്പിച്ചത് സംഘ് പരിവാർ ആശയത്തിന് കുടപിടിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം പറഞ്ഞു.